നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കൊറോണ വ്യാപനത്തിന് പിന്നാലെ നിരവധി മാറ്റങ്ങളാണ് ഗൾഫ് രാഷ്ട്രങ്ങളിൽ സംഭവിക്കുന്നത്. ഇളവുകൾക്ക് പിന്നാലെ സ്വദേശിവൽക്കരണം കടുപ്പിക്കാനും അധികാരികൾ മടിക്കുന്നില്ല. എന്തൊക്കെയാണെങ്കിലും പ്രവാസികൾക്ക് സന്തോഷം നൽകുന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. സൗദിയിലെ തൊഴിൽ പരിഷ്കാരങ്ങൾ പ്രവാസികൾക്ക് ഗുണം ചെയ്തതായി റിപ്പോർട്ട്. 65,000-ലധികം പ്രവാസികൾക്കാണ് ഇത് ഗുണം ചെയ്തിരിക്കുന്നത്. സൗദി മാനവവിഭവശേഷിയും സാമൂഹിക വികസന മന്ത്രാലയവും ചേർന്ന് രാജ്യത്ത് കഴിഞ്ഞ വർഷം മാർച്ചിലാണ് തൊഴിൽ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയത്. ഇംപ്രൂവിംഗ് കോൺട്രാക്ച്വൽ റിലേഷൻഷിപ്പ് എന്ന പേരിൽ തുടങ്ങിയ സംരംഭത്തിൽ 65,000-ലധികം വിദേശികൾക്കാണ് പ്രയോജനം ചെയ്തത്. തൊഴിൽ പരിഷ്കാരങ്ങൾ നടപ്പാക്കി ഒരു വർഷത്തിനുള്ളിലാണ് ഇത്രയധികം പ്രവാസികൾക്ക് സംരംഭം പ്രയോജനം ചെയ്തത്. 10 വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നുള്ള 93% പുരുഷന്മാർക്കാണ് തൊഴിൽ പരിഷ്കാരങ്ങൾ ഗുണം ചെയ്തതായി റിപ്പോർട്ടിൽ പറയുന്നത്. ഫങ്ഷണൽ മൊബിലിറ്റി സർവീസസ് കാരണം 65%-ഓളം ഗുണഭോക്താക്കളായ പ്രവാസികളുടെ ശമ്പളം വർദ്ധിച്ചു. ഇതുകൂടാതെ രാജ്യത്തെ എല്ലാ മേഖലകളിൽ നിന്നുമുള്ള 30,000-ലധികം വാണിജ്യ സംരംഭങ്ങൾക്ക് ഇതിലൂടെ ഗുണം ചെയ്തു. രാജ്യത്തെ സ്വകാര്യ മേഖലയിലെ വിദേശ തൊഴിലാളികളെ സംരക്ഷിക്കുകയും ജീവനക്കാരുടെയും തൊഴിലുടമകളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കാൻ സഹായിക്കുകയും ചെയ്തെന്ന് ചൊവ്വാഴ്ച സിൻഹുവയ്ക്ക് അയച്ച മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ പറയുന്നു. ഇതിലൂടെ 30,000-ലധികം സംരംഭങ്ങൾക്ക് പ്രയോജനം ലഭിച്ചിട്ടുണ്ടെന്ന് വ്യക്തമാക്കുന്നു. പുതിയ നിയമത്തിലൂടെ തൊഴിൽ കരാർ കാലാവധി കഴിഞ്ഞാൽ വിദേശ തൊഴിലാളികൾക്ക് സ്വതന്ത്രമായി ജോലി ഉപേക്ഷിക്കാൻ സാധിച്ചു. മാത്രമല്ല, ഒരു വർഷത്തോളം സൗദിയിലായിരിക്കുകയും 90 ദിവസം മുമ്പ് തൊഴിലുടമകളെ അറിയിക്കുകയും ചെയ്താൽ അവരുടെ കരാർ കാലഹരണപ്പെട്ടാലും ഇല്ലെങ്കിലും ജോലി മാറാൻ അവർക്ക് അനുവാദമുണ്ട്. പുതിയ പരിഷ്കാരം സൗദി തൊഴിൽ വിപണിയിലെ മത്സരം ആളിക്കത്തിച്ചതായും മനുഷ്യക്കടത്ത് തടയാൻ സഹായിച്ചതായും മന്ത്രാലയം അറിയിക്കുകയുണ്ടായി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.